പശ്ചിമബംഗാളിൽ ഈ അടുത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ഒരു ഡോക്ടറുടെ കൊലപാതകവും അതിനുശേഷമുണ്ടായ പ്രതിഷേധങ്ങളൊക്കെ കണ്ടു. ആ സംഭവത്തിന് ശേഷം സംസ്ഥാന സർക്കാർ വലിയ തോതിൽ പ്രതിരോധത്തിലായിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ചില ശ്രമങ്ങൾ മമതാ ബാനർജി സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. നിയമസഭയിൽ ഇന്ന് ഒരു പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പശ്ചിമബംഗാൾ സർക്കാർ. ബലാത്സംഗത്തിന് വധശിക്ഷ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലാണ് അവതരിപ്പിച്ചത്. ബലാത്സംഗത്തിൻ്റെ ഇര മരിക്കുകയോ അല്ലെങ്കിൽ കോമയിലാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ ദിവസങ്ങൾക്ക് തന്നെ വധശിക്ഷ നൽകും എന്ന നിലയ്ക്കാണ് ഇങ്ങനെയൊരു ബില്ല് ഇപ്പോൾ സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇങ്ങനെയൊരു ബില്ല് ശരി, അർജുൻ പീതാംബരനാണോ? അർജുൻ, ഇങ്ങനെയൊരു ബില്ല് വരുന്നു എന്ന് വാർത്ത വന്നപ്പോൾ തന്നെ അതിൽ നിയമവിദഗ്ധരും ചില സംശയങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അത് എത്രത്തോളം അങ്ങനെ ഒരു നിയമപരമായിരിക്കും എന്നൊരു സംശയമൊക്കെ. ഒപ്പം ആദ്യം 7 ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കണം, അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെയാണ്. അതേ നിർദ്ദേശങ്ങളൊക്കെയാണോ ഈ ബില്ലിൽ ഉള്ളത്? നിയമപരമായി നിലനിൽക്കുന്നത് കൂടിയാണോ, അതോ ഒരു രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലയ്ക്ക് മാത്രം ഒരു വാർത്തയാവുകയുള്ളൂ? രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ എന്തായാലും BJP ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇപ്പോൾ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഈ ബില്ല് പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. കൃത്യമായിട്ട് ഇത്ര ദിവസം എന്ന് പറയുന്നില്ല, മറിച്ച് സമയബന്ധിതമായി തന്നെ അന്വേഷണം പൂർത്തിയാക്കി പ്രതിക്കെതിരെ കൃത്യമായിട്ട് വധശിക്ഷ അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ നടപ്പാക്കുന്ന രീതിയിലുള്ള ബില്ലാണ് എന്തായാലും ഇപ്പോൾ അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024 എന്നുള്ള പേരിൽ തൃണമൂൽ സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ വരുന്ന 5-ാം തീയതി, അതായത് മറ്റന്നാൾ മുതൽ ഈ നിയമം നിലവിൽ വരും എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ തൃണമൂൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് രാവിലെ ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു. അതെന്തായാലും ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനൊരു ബില്ല് പുറത്താക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവതരിപ്പിച്ചുകൊണ്ട് തടിതപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തൃണമൂൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും നേരത്തെ തന്നെ തൃണമൂൽ സർക്കാരും മമതാ ബാനർജിയും എല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. അന്ന് 7 ദിവസം എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് എന്തായാലും ഇപ്പോൾ സമയബന്ധിതമായി അതിലൊരു നിയമ നടപടിയിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ്. വൈകില്ല ഈ ഇരയാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ബാധിക്കപ്പെടുന്നവർക്ക് നീതി ലഭിക്കുക എന്നുള്ള കാര്യം മുൻനിർത്തിയാണ് ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് നേരത്തെ മമതാ ബാനർജി വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ നമ്മൾ കേട്ടത് 7 ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കുമെന്ന നിലയ്ക്കായിരുന്നു. പക്ഷേ അങ്ങനെ ദിവസം പറഞ്ഞിട്ടില്ല, സമയബന്ധിതമായി അന്വേഷണം പൂർത്തിയാക്കി വധശിക്ഷ നടപ്പാക്കുമെന്ന നിലയ്ക്കാണ് അപരാജിത വിമൻ ആൻഡ് ചൈൽഡ് എന്ന പേരിൽ ഒരു ബില്ല് ഇപ്പോൾ സഭയിൽ പാസ്സാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ നിയമപരമായി അതെങ്ങനെയാണ് മുന്നോട്ടെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്.